വെൽക്കം ടു മല്ലു ക്യൂളർ. കുറേ കാലമായി കണ്ടിട്ട്, ഏകദേശം 1-2 ആഴ്ചയായി തോന്നുന്നു. കുറേ പണികൾ വേറെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കൂടെ മാനേജ് ചെയ്ത് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് എനിവേ ടൈം മാനേജ്മെൻറ്റ് ഒന്നും കൂടെ ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ കൂടെ കൺസിസ്റ്റൻ്റ് ആകാൻ വേണ്ടി ശ്രമിക്കാം. എനിവേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാഴ്സ വേഴ്സസ് VRL മാച്ചിനെ കുറിച്ചാണ്. മാച്ചിലേക്ക് വരുന്ന സമയത്ത് 4-1 ഒരു ആധികാരികമായിട്ടുള്ള വിക്ടറി ബാർസ നേടി. വെരി ക്രൂഷ്യൽ വിൻ ഈ ഒരു ടൈറ്റിൽ റേസിലേക്ക് വരുന്ന സമയത്ത്. അറിയാലോ, ടൈറ്റിൽ റേസിൽ ഒരു പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ടൈറ്റിലും അറിയാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ട് നോക്കുകയാണെങ്കിലും വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ റേസിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വിന്നാണ് നമ്മൾ നേടിയിട്ടുള്ളത്. അതും VRL പോലത്തെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സൈഡിനെതിരെ. ഓക്കെ, മാച്ചിൻ്റെ ഒരു ഫ്ലോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ പെഡ്രേനെ റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് ബെർണലും ഫെർമിയും ഡാനി ഓൾമോയുമാണ്. ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് കൂണ്ടയുണ്ട്, ബാൾഡയുണ്ട്. സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് റീക്കു ഉണ്ടായിരുന്നു, കുബാർസി ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറായിട്ട് ജോൻ ഗാർഷ ഉണ്ടായിരുന്നു. ഫൈനൽ തേർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഫെറാൻ ടോറസും യമാലും റഫീഞ്ഞയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിംഗ് 11. മാച്ച് തുടങ്ങി കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പം VRL അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ബാർസേനേക്കാളും ബെറ്റർ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. മിക്വറ്റാഡ്സയിലൂടെ ആണെങ്കിലും എസ്പെഷ്യലി നിക്കോളാസ് പെപ്പയിലൂടെ അവർ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ ആണ് പെപ്പെ എന്ന് നമുക്കറിയാം. ആഴ്സണൽ ഒരു ഫ്ലോപ്പ് ആയിരുന്നു, പക്ഷേ ഒരു ഡയറക്റ്റ് സ്വഭാവമുള്ള വിങ്ങറാണ്. പല സമയത്തും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പം ആള് നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അയോസെ പെറസിനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർ നിരന്തരം നമ്മുടെ ഡിഫൻസിനെ പലപ്പോഴും ബ്രേക്ക് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. തുടക്കത്തിൽ നമ്മൾ അവരുടെ അറ്റാക്കിന് മുമ്പിലൊക്കെ കുറച്ച് വിയർക്കുന്നുണ്ട്, പക്ഷേ പതിയെ നമ്മൾ താളം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോഴും നമ്മുടെ ഡിഫൻസിൻ്റെ പെർഫോമൻസ് കൺസേണിങ് തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ വിങ് ബാക്സിൻ്റെ പെർഫോമൻസ് ഭയങ്കര കൺസേണിങ് ആണ്. ഇന്ന് എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയത് ബാൾഡയാണ്. ബാൾഡ അറ്റാക്കിംഗ് വൈസോ ഡിഫൻസീവ് വൈസോ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പടിയെങ്കിലും മുകളിൽ. രണ്ടാളും മോശമായിരുന്നു, പക്ഷെ കുറച്ച് ബെറ്റർ ആയിട്ട് കൂണ്ട കളിച്ചിട്ടുണ്ടായിരുന്നു. കൂണ്ട അറ്റാക്കിങ്ങിൽ 1-2 ക്രോസ് കൊടുക്കുന്നതായിട്ടെങ്കിലും കണ്ടു. പിന്നെ ഡിഫൻസീവിൽ കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള ഇടപെടലും കൂണ്ടൻ്റെ അടുത്ത് നിന്ന് കണ്ടതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് ശോകമാണ്. ജോൻ ഗാർഷിൻ്റെ ബലത്തിലാണ് പലപ്പോഴും ഡിഫൻസ് പിടിച്ചു നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മിഡ്ഫീൽഡിൽ നമുക്ക് കുറച്ചുകൂടെ പിടിമുറുക്കാൻ കഴിഞ്ഞു. നമ്മുടെ ടീമിൽ ഫ്രാങ്കി ഔട്ടായി നിൽക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ആ സമയത്ത് ഇപ്പം ബെർണലാണെങ്കിലും എല്ലാവരും നന്നായിട്ട് കളിച്ചു. പെഡ്രി കൂടെ അല്ലാതാണ് നമ്മൾ കളിക്കുന്നത്. ബെർണൽ ആണെങ്കിലും ഫെർമി ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കളിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അത് തന്നെ ബെർണൽ സ്റ്റാൻഡ് ഔട്ടായി നിന്നു. ബെർണൽ ഒന്ന് ഗ്രോ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ആൾക്ക് ആ ഒരു ഹൈറ്റ് ഉണ്ട്, ആ ഒരു ഫിസിക് ഉണ്ട്, പാസ് ചെയ്യാനുള്ള വിഷൻ ഉണ്ട്, ബോൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കൃത്യമായിട്ടുള്ള പാസ് സെലക്ട് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡ് മെറ്റീരിയൽ ആണ് ബെർണൽ അവിടെ നിന്ന് ഇനിയും ഗ്രോ ആവട്ടെ. ഫെർമി സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. ചില കിടിലം പാസൊക്കെ ആൾ റാഷ്ഫോർഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫൈനലി നമുക്കത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അതാണ് പ്രശ്നം ഉണ്ടായത്. പിന്നെന്താ പറയുക, ഓൾമോ അത്ര ടോപ്പായതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ തന്നെ കളി തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ലാമിൻ യമാൽ എന്ന് പറയുന്ന 18 വയസ്സുകാരനാണ്. ആൾ പുറത്തെടുത്തുള്ള പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ. 3 ഗോളാണ് ഈ ഒരു മാച്ചിൽ യമാൽ നേടിയിട്ടുള്ളത്. ഇറ്റ്സ് എ ഹാട്രിക് അല്ലേ. യമാലിൻ്റെ കരിയറിൽ ഫസ്റ്റ് ഹാട്രിക്കാണ് ഈ ഒരു മാച്ചിൽ ആൾ നേടിയിട്ടുള്ളത്. അത് തന്നെ ഗോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എസ്പെഷ്യലി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗോള്. പിന്നെ ആ തേർഡ് ഗോളിലേക്ക് വരുന്ന സമയത്ത് അതിന് പാസ് കൊടുക്കുന്ന ആരാണ്? 57-ാം മിനിറ്റിൽ സബ്ബായിട്ട് വന്നുള്ള പെഡ്രിയാണ്. പെഡ്രി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ സമയം മുതൽ ഗ്രൗണ്ട് ഭരിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് പെഡ്രിയാണ്. അതാണ് പെഡ്രി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ക്വാളിറ്റി. പെഡ്രി ഗ്രൗണ്ടിൽ ഇല്ലാത്തപ്പോൾ മിഡ്ഫീൽഡിൽ നിന്ന് നമ്മൾ മിസ് ചെയ്യുന്നത് ഈ ഒരു സംഗതിയാണ്. പിന്നെ റഫീഞ്ഞൊക്കെ വലിയ കുഴപ്പമില്ലാതെ കളിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ഫെറാൻ ടോറസ് മോശമായിരുന്നു. ലെവൻഡോസ്കിക്ക് ഒരു ഗോൾ നേടാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷ്ഫോർഡിന് ചാൻസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ റാഷ്ഫോർഡിന് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ പോയൊരു മാച്ച് ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിന്നിട്ടുള്ളത് ലാമിൻ യമാലാണ്. കിടിലം പെർഫോമൻസ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കിളി പാറിയ ഐറ്റംസ് ആണ്. അപ്പം ഈ ഒരു മാച്ചിൽ പ്രധാനമായിട്ടും ആൾ കുറച്ച് റൊട്ടേഷനൊക്കെ നടത്താൻ കാരണം, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫെറാനെ നേരത്തെ പിൻവലിക്കുന്നുണ്ട്, ലമീനെ നേരത്തെ പിൻവലിച്ചിട്ട് റോണി ബർദാജിക്ക് വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. റഫീഞ്ഞനെ നേരത്തെ പിൻവലിക്കുന്നുണ്ട്, പെഡ്രിക്ക് അത്യാവശ്യം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം നെക്സ്റ്റ് മാച്ച് വരാനുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മാച്ച് വരുമ്പോൾ ഇങ്ങനെ ഒന്നുമില്ല അവസ്ഥ. അതിൻ്റെ പ്രിവ്യൂവിനെ സംസാരിക്കാൻ ടൈം കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയുന്നത്. അവരുടെ 2 വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറിയാണ്. അവിടെ പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഏറ്റവും പേസി ആയിട്ടുള്ള 2 വിങ്ങാണ് അവർക്കുള്ളത്. നമ്മുടെ വിങ് ബാക്ക് ആരൊക്കെയാണ്? കൂണ്ടയും ബാൾഡയും. കൂണ്ടനെ ബാൾഡനൊക്കെ അവർ വെട്ടി നുറുക്കുക തന്നെ ചെയ്യും ആ ഒരു വിങ്ങിലിട്ടിട്ട്.
സത്യമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിങ് ബാക്സിന് നിലവിൽ ഫോം വെച്ചിട്ട് അത്ലറ്റിക്കോനെ ചെറുക്കാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഓക്കെ, ഇനി ഈ ഒരു സീസണിൽ ബെസ്റ്റ് പെർഫോമൻസ് അവർ പുറത്തെടുക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു കംബാക്ക് ഒക്കെ അത്ലറ്റിക്കോക്കെതിരെ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പം ഇപ്പം 4-0 അത്ലറ്റിക്കോക്ക് ഓൾറെഡി ലീഡ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പോയിട്ട് 4-4 ആക്കിയെന്ന് വിചാരിച്ചു. എന്നിരുന്നാൽ പോലും നമ്മുടെ വിങ് ബാക്സ് വീക്കായ കാരണം പിന്നെ അവർ വന്നിട്ട് ഒരു 2-3 ഗോൾ വീണ്ടും അടിക്കും നമ്മുടെ വിങ് ബാക്സിനെ ചൂഷണം ചെയ്തിട്ട്. അത്രേ ഉള്ളൂ കാര്യം. നമ്മുടെ വിങ് ബാക്സ് വീക്കാണ്, നമ്മുടെ സെൻറ്റർ ബാക്സ് ഓൾറെഡി വീക്കാണ്. നമ്മുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് അവിടെയുള്ള ഗോൾ കീപ്പറാണ്. ഇൻ കേസ് ജോൺ കർഷക് ഒരു ബാഡ് ഡേ കൂടെ ആണെങ്കിൽ കംബാക്ക് അങ്ങനെ നമ്മൾ ചിന്തിക്കേ വേണ്ട. ഇപ്പോഴേ നമ്മൾ കംബാക്കിൻ്റെ കാര്യം ചിന്തിക്കേണ്ട, പക്ഷേ ഞാൻ പറയുകയാണ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അറ്റാക്കിൽ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ വിങ് ബാക്സും സെൻറ്റർ ബാക്സ് ഒക്കെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ഹോപ്പ് ഇല്ല എന്നുള്ള കാര്യം. പിന്നെ ഒരു വിങ് ബാക്കിൻ്റെ ഒക്കെ സപ്പോർട്ട് ഇല്ലാതാണ് യമാൽ ഇതൊക്കെ ചെയ്യുന്നത്, ഹാട്രിക് അടിക്കുന്നത്, വിങ്സ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് വളരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ലെഫ്റ്റിൽ റഫീഞ്ഞിൻ്റെ ആണെങ്കിലും നമ്മുടെ വിങ് ബാക്സ് നമ്മുടെ വിങ്ങേഴ്സിന് ഒട്ടും സപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ, ബട്ട് സ്റ്റിൽ ദേ മാനേജ് ടു ഡു. പക്ഷെ അവർ ഗോൾ അടിക്കുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി അപ്രീഷ്യബിൾ. ഓക്കെ, അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ പിന്നെ കുറേ കാലമായി കളിയൊക്കെ കണ്ടിട്ട് അത്ലറ്റിക്കോൻ്റെ മാച്ച് കണ്ടപ്പോൾ പിന്നെ അതിനുശേഷം ഒരു മാച്ച് ജിറോണായിട്ടുള്ള മാച്ച്, അതിനുശേഷം ഒരു മാച്ച് നമ്മൾ ജയിച്ചു, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.